ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിൽ ഒന്നിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകൻ പുസ്തകം 43 അധ്യായം 5 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. റോളണ്ട് ഹെയ്സ് കാപ്പിരി വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അയാൾ അതിസമർത്ഥനായ ഒരു ഗായക ശ്രേഷ്ഠനായിരുന്നു. ഒരു ഗായകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പാശ്ചാത്യ രാജ്യങ്ങളിൽ അത്യധികമായിരുന്നു. മഹാരാജാക്കന്മാർ അയാളുടെ ഗാന നിപുണതയിൽ സന്തുഷ്ടരായി ബഹുമതികളും സമ്മാനങ്ങളും അയാൾക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ജർമ്മനിയുടെ തലസ്ഥാന നഗരിയായ ബെർലിൻ മഹാപട്ടണത്തിൽ വെച്ച് റോളണ്ട് ഗെയ്സിൻ്റെ ഒരു പാട്ട് കച്ചേരി നടത്തണമെന്ന് ചിലർ നിശ്ചയിച്ചു. അതിനുവേണ്ട ഒരുക്കങ്ങളും ഏർപ്പാടുകളും ചെയ്തു തുടങ്ങി. ലോകത്തിലുള്ള എല്ലാ വർഗങ്ങളിലും ശ്രേഷ്ഠമെന്ന് ഗണിച്ചു വരുന്ന ജർമ്മൻകാർ ഒരു കാപ്പിരിയുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് അയാളെ ആക്ഷേപിച്ചും അപലപിച്ചും അനവധി ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്തു. കൂടാതെ ഈ കറുമ്പൻ അവിടെ പാടുന്നതിനായി ശ്രമിച്ചാൽ അയാളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച് ജീവിച്ചിരുന്ന റോളണ്ടാകട്ടെ യാതൊരു ചാബല്യമോ കൂസലോ കൂടാതെ പാട്ടുകച്ചേരി നടത്തണമെന്ന് നിശ്ചയിച്ചു. അതിന് നിശ്ചയിച്ചിരുന്ന ദിവസം നിഷ്ഠൂരന്മാരും മര്യാദയില്ലാത്തവരുമായ അസംഖ്യം ജർമ്മൻകാർ പാട്ട് നടത്താതിരിക്കുന്നതിനായി സംഗീതശാലയിൽ തിങ്ങിക്കൂടി. കൃത്യസമയം റോളണ്ട് ഹെയ്സ് ആരും കാണാതെ പിറകിൽ കൂടി വേദിയിൽ പ്രവേശിച്ചു. അഹങ്കാരികളായ ജനക്കൂട്ടം അട്ടഹസിക്കുന്നതിനും ശബ്ദകോലാഹലമുണ്ടാക്കുന്നതിനും തുടങ്ങി. എന്നാൽ നമ്മുടെ കാപ്പിരി സ്നേഹിതൻ തൻ്റെ പിയാനോയുടെ സമീപം നിന്നുകൊണ്ട് തലകുനിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സ്വർഗസ്ഥ പിതാവിനോടുള്ള സംസർഗത്തിൽ കഴിച്ചു. ശബ്ദകോലാഹലങ്ങൾ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി. ധിക്കാരവാക്കുകൾ അസ്തമിച്ചു. അഹങ്കാരികളായ ജർമ്മൻ യുവാക്കൾ മനനം ദീക്ഷിച്ചു. ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷം ആ ഹാളിൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവദത്തമായ പ്രാഗൽഭ്യത്തോടും കഠിന ഹൃദയങ്ങളെ തകർക്കത്തക്കവണ്ണമുള്ള പാടവത്തോടും കൂടെ ആ സ്വർഗീയ പാട്ടുകാരൻ തൻ്റെ ഗാനം ആരംഭിച്ചു. ആ സ്ഥലം ദൈവിക തേജസ് കൊണ്ട് പ്രകാശിച്ചു തുടങ്ങി. അനേകർ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. ആ കറുമ്പൻ അന്ന് രാത്രി മുഴുവനും പാടിക്കൊണ്ടിരിക്കണമെന്ന് ശ്രോതാക്കൾ അത്യധികമായി ആഗ്രഹിച്ചു. അവിടെ കൂടിയിരുന്ന നിഷ്ഠൂരന്മാരായിരുന്നവർ സാക്ഷാൽ മാനസാന്തര അനുഭവത്തിലേക്ക് ആനയിക്കപ്പെട്ടു. പാട്ട് അവസാനിച്ചപ്പോൾ അവരുടെ സ്നേഹ ബഹുമാനങ്ങളുടെ പ്രകടനമായി റോളണ്ട് ഹെയ്സിനെ തങ്ങളുടെ തോളിന്മേൽ എടുത്തുകൊണ്ട് ആ ഹാളിൽ പലവരും ചുറ്റി നടന്നു. ദൈവം റോളണ്ട് ഹെയ്സിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ഏറ്റവും പ്രതികൂലമായ അവസ്ഥയിലും ഭയപ്പെടാതെ തൻ്റെ കണ്ണുകളെ യഹോവയെങ്കിലേക്ക് മാത്രം തിരിച്ചു. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ മക്കളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു വചനമാണ് ഇന്ന് നാം ആപ്തവാക്യമായി വായിച്ച ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കുന്ന തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി തീർത്തിരിക്കുന്നവർ ഏത് പ്രതിസന്ധികളിലും വചനം നൽകുന്ന ആശ്വാസവാക്കിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് സമാധാനത്തോടെ മുൻപോട്ട് പോകുമ്പോഴാണ്. വേദപുസ്തകത്തിൽ ഏകദേശം 365 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട എന്നത്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുവാനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നതായ നാം ഈ പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിലെ വചനം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ ധൈര്യത്തോടുകൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ പ്രഭാതത്തിലിരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ. ഭയപ്പെടേണ്ട എന്നുള്ള വലിയ ധൈര്യത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ ധൈര്യത്തോടുകൂടെ മുൻപേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.